കരിമരുന്നിന്റെ കളിയാട്ട വേദിയായി മാറിയ സാമ്പിൾ വെടിക്കെട്ട് പൂരപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു പെയ്തു. മാനത്തെ പൂരം നെഞ്ചിലേറ്റാൻ ശക്തന്റെ തട്ടകത്തിൽ ജനസാഗരം. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. മഹാപൂരം കെങ്കേമമാക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗക്കാർ സജ്ജരായി. പൂരം പതിവിലും മനോഹരമാക്കാൻ തിരക്കിട്ട മുന്നൊരുക്കങ്ങൾ. പാറമേക്കാവിന്റെ ചമയപ്രദർശനം വിസ്മയമായി. ചമയപ്രദർശനത്തിന്റെ തത്സമയ സംപ്രേഷണം TCVയിൽ. തിരുവമ്പാടിയുടെ ചമയപ്രദർശനം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് അവസാന വാരം കൊടുങ്ങല്ലൂർ സന്ദർശിക്കും. മുസ്ലിം പൈതൃക പദ്ധതിയുടെ 1ാം ഘട്ടം മോദി ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചേരിതിരിഞ്ഞ് തർക്കം. ആമ്പക്കാട് ജംഗ്ഷനിൽ കാനയ്ക്ക് മുകളിലെ നിർമ്മാണത്തിന് പിന്നിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് മേയർ രാജൻ ജെ പല്ലൻ. ശക്തൻ സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂരിന്റെ ആകാശം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാർ പങ്കിട്ടെടുത്തു. കരിമരുന്നിന്റെ കളിയാട്ട വേദിയായി മാറിയ സാമ്പിൾ വെടിക്കെട്ട് പൂരപ്രേമികളുടെ മനസ്സിൽ പെയ്തു നിറഞ്ഞു. പൂരനഗരിയുടെ ആവേശത്തിന് കൃത്യം 7 മണിക്കാണ് തിരിതെളിഞ്ഞത്. തട്ടക നിവാസികളുടെ ആരവങ്ങളുടെ അകമ്പടിയോടെ തിരുവമ്പാടി വിഭാഗം സാമ്പിളിന് ആദ്യം തിരിതെളിയിച്ചു. പതിഞ്ഞ താളത്തിൽ തുടങ്ങി കൊട്ടിക്കയറും തോറും മുറുകുന്ന താളവട്ടം കണക്കെ തിരുവമ്പാടിയുടെ ആദ്യ ഊഴം കൂട്ടപ്പൊരിച്ചിലോടെയാണ് അവസാനിച്ചത്. ചെറിയ മിട്ടുകളും ഡയനകളും കുഴിമിന്നലുകളും ഇടകലർത്തിയ ശേഷം ദിഗന്തങ്ങൾ മുഴങ്ങുന്ന കൂട്ടപ്പൊരിച്ചിലൂടെ തിരുവമ്പാടി പൂരത്തിന് ആമുഖം പറഞ്ഞു. തുടർന്ന് ആർപ്പുവിളികളോടെ തിങ്ങിനിറഞ്ഞ പുരുഷാരം ആ കരിമരുന്നിന്റെ കൈയടക്കത്തെ അഭിവാദ്യം ചെയ്തു. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീശനാണ് വെടിക്കെട്ടൊരുക്കിയത്. പാറമേക്കാവിന്റെ മറുപടി ഒട്ടും വൈകിയില്ല. പാരമ്പര്യ രീതി കൈവിടാതെ കൂടുതൽ ഉയരത്തിൽ ചെന്ന് പൊട്ടിവിരിയുന്ന അമിട്ടുകളും ഉഗ്രപ്രതാപികളായ കുഴിമിന്നലുകളുമായാണ് പാറമേക്കാവ് വിഭാഗം പൂരപ്രേമികളെ വിരുന്നൂട്ടിയത്. മാനത്ത് വർണ്ണപ്പൂക്കളങ്ങൾ പരസ്പരം മത്സരിച്ചപ്പോൾ താഴെ ആ മാസ്മരിക സൌന്ദര്യം മൊബൈൽ ക്യാമറയിൽ പകർത്താനായി മിഴി തുറന്നവരുടെ കാഴ്ചയും ചേതോഹരമായിരുന്നു. കരിമരുന്ന് പ്രയോഗം ഒരു കലാവിരുതാണെന്ന യാഥാർത്ഥ്യം വിളംബരം ചെയ്തുകൊണ്ട് വർണ്ണക്കാഴ്ചകളുടെ മായിക പ്രപഞ്ചം കണ്ണിലും മനസ്സിലും മൊബൈലിലും പകർത്തി കാണാൻ പോണ പൂരത്തിനായുള്ള ആവേശം ആവാഹിച്ചാണ് പൂരനഗരി മടങ്ങിയത്. കഴിഞ്ഞ വർഷം മഴ മൂലം നടത്താനാകാതെ പോയ സാമ്പിൾ വെടിക്കെട്ടിന്റെ നിരാശയും മഴ സൃഷ്ടിച്ച ആശങ്കകളും മറികടന്ന് നിറഞ്ഞ മനസ്സോടെയാണ് പൂരപ്രേമികൾ വിടവാങ്ങിയത്. ഇത് വെറും സാമ്പിൾ എന്ന തലക്കെട്ടോടെ മനസ്സിലും മൊബൈലിലും പകർത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുൻപാകെ അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുന്ന മനസ്സുമായി. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. തൃശൂർ പൂരം എന്ന മഹാപൂരം അവിസ്മരണീയമാക്കുന്നതിനായി പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാർ സജ്ജരായി കഴിഞ്ഞു. പൂരം പതിവിലും കെങ്കേമമാക്കുന്നതിനും പുതുമകൾ അവതരിപ്പിക്കുന്നതിനുമായി തിരക്കിട്ട മുന്നൊരുക്കങ്ങളും ഇരു വിഭാഗങ്ങളിലും തകൃതിയായാണ് നടക്കുന്നത്. തൃശൂർ പൂരമെന്ന 36 മണിക്കൂർ നീണ്ട നയനാനന്ദകരമായ ഉത്സവം തൃശൂർക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളും ഇമ്മടെ തൃശൂർ പൂരം എന്ന നിലയിൽ തന്നെ നെഞ്ചിലേറ്റുന്നു. ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇത്തവണയും പൂരപ്രേമികൾക്ക് നവ്യാനുഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാർ. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ഏറെ ആവേശകരമാണെങ്കിലും തിരുവമ്പാടിയുടെ മടത്തിൽ വരവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും തുടർന്ന് നടക്കുന്ന ഇരുപഗൗതിമാരുടെ തെക്കോട്ടിറക്കവും കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാം പൂരങ്ങളുടെ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. അതിനാൽ തന്നെ പൂരപ്രേമികളെ പൂരലഹരിയുടെ കൊടുമുടിയിൽ എത്തിക്കാൻ പുതുമകളും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളും അണിനിരത്താനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇരുവിഭാഗവും. തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടിയും സെക്രട്ടറി C വിജയനും പറഞ്ഞു. ഈ വർഷത്തെ എല്ലാ ഒരുക്കങ്ങളും തിരുവമ്പാടി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പൂരത്തിനു വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. കുടമാറ്റത്തിലായാലും വെടിക്കെട്ടിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ കൂടുതൽ മികവ് ഈ വർഷം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. എല്ലാ രംഗങ്ങളിലും ഇത്തവണ പുതുമയാണ്. ഒന്ന്, തെക്കോട്ടിറങ്ങുമ്പോൾ തിരുവമ്പാടിയുടെ ആനകൾ നിരപ്പായ സമതലത്തിൽ നിന്ന് കുടമാറുന്നു. രണ്ടാമതായി ശ്രീമല സ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ള കൂറ്റം പന്തൽ 15 ആനകൾക്കും മേളക്കാർക്കും കാണികൾക്കും നിൽക്കത്തക്ക വിധത്തിലുള്ള വലിയ പന്തൽ. മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അതിനൊരു പരിഹാരമാണ്. തൃശൂർ പൂരത്തിന്റെ ഒരു സാമ്പിൾ എന്ന നിലയിൽ സാമ്പിൾ വെടിക്കെട്ടും ആനച്ചമയ പ്രദർശനവും പതിവിൽ കവിഞ്ഞ ഭംഗിയോടെയും കാണാക്കാഴ്ചകൾ അവതരിപ്പിച്ചുമാണ് ഇരുവിഭാഗവും ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗം പൂരത്തിനായി സജ്ജമായതായി പ്രസിഡന്റ് K മനോഹരനും സെക്രട്ടറി A രാമചന്ദ്ര പിഷാരോടിയും അറിയിച്ചു. ആനകളും ആനക്കോപ്പുകളും എല്ലാം തയ്യാറായി. പുതുമകളല്ല, പഴയ പോലെ തന്നെ പൂരം നടത്തുക എന്നുള്ളതാണ്. പൂരത്തിന്റെ ചട്ടവട്ടങ്ങൾ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ്. അതിലെ മാറ്റങ്ങളില്ലാതെ
പൂരത്തിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ എത്തുന്ന എല്ലാ പബ്ലിക്സിന് മറ്റുള്ള ആനകൾ എന്നീ എല്ലാ ചടങ്ങുകൾക്കും വേണ്ടി നമ്മൾ 11 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷത്തേക്കുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് ഈ വർഷം നമ്മൾ ഇതെല്ലാം ഇൻഷൂർ ചെയ്തിട്ടുള്ളത്. എല്ലാ പുതുമകളും നമ്മൾ ഈ വർഷം നമ്മളെ കുടമാറ്റത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്നതാണ്. അതുമാതിരി തന്നെ വെടിക്കെട്ടിലും അത് പ്രകടനം കാണാവുന്നതാണ്. കുടമാറ്റത്തിൽ നിറപ്പൊലിമ അഴകുവിടർത്തും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ അവതരിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ കുടകൾ ദേശങ്ങളിൽ രഹസ്യമായി തന്നെ ഒരുങ്ങുന്നുണ്ട്. തൃശൂർ പൂരത്തിനായി ഏറെ പ്രതീക്ഷകളോടെ പൂരപ്രേമികൾ കാത്തിരിക്കുമ്പോൾ അതിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പൂരങ്ങളുടെ പൂരത്തിനായി പൂരപ്പങ്കാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം പൂരപ്പെരുമഴ പെയ്തിറങ്ങുന്നത് കാത്ത് പൂരനഗരിയും. ക്യാമറമാൻ ജിതിൻ ജോസിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ വ്യാഴാഴ്ച പകൽ പൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പൂരത്തോടനുബന്ധിച്ച് പടിഞ്ഞാറേക്കോട്ടയിൽ താൽക്കാലിക സ്റ്റാൻഡ് ഒരുക്കും. വാടാനപ്പള്ളി, അന്തിക്കാട്, അടാട്ട്, കാഞ്ഞാണി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പടിഞ്ഞാറേക്കോട്ടയിലെത്തി തിരികെ സർവീസ് നടത്തും. സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് നിരോധിക്കും. പൂരത്തിന് വരുന്ന വാഹനങ്ങൾ കോലൂത്തുംപാടം, ഇൻഡോർ സ്റ്റേഡിയം, ശക്തൻ നഗർ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം വിസ്മയമായി. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ MS ജയ, സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, സെക്രട്ടറി C വിജയൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K മനോഹരൻ, വൈസ് പ്രസിഡന്റ് VM ശശി, സെക്രട്ടറി A രാമചന്ദ്ര പിഷാരോടി, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, വ്യവസായ പ്രമുഖൻ ഡോക്ടർ TA സുന്ദർമേനോൻ, മറ്റ് പൂരം കമ്മിറ്റി ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചമയങ്ങൾ ഒരുക്കിയവർക്ക് ചടങ്ങിൽ ഓണപ്പുടവയും ഉപഹാരങ്ങളും നൽകി. അഗ്രശാലയുടെ ഇരുനിലകളിലായി ഒരുക്കിയിട്ടുള്ള ചമയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഭഗവതിയുടെ സ്വർണ്ണത്തിടമ്പ്, ആലവട്ടം, വെഞ്ചാമരം, വർണ്ണക്കുടകൾ, കരിവീരന്മാർക്ക് അണിയാനുള്ള അരമണികൾ തുടങ്ങിയവയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ രാത്രി 11 വരെയും പ്രദർശനമുണ്ടാകും. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ചൊവ്വാഴ്ച രാവിലെ 10-ന് കൌസ്തുഭം ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. ചമയ പ്രദർശനം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരത്തിന് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ആനച്ചമയങ്ങളുടെ സമർപ്പണം തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, സെക്രട്ടറി C വിജയൻ, വ്യവസായ പ്രമുഖൻ TS സുന്ദർമേനോൻ എന്നിവർ ക്ഷേത്ര നടപ്പുരയിൽ കുടകൾ സമർപ്പിച്ചതോടെയാണ് ആനച്ചമയ സമർപ്പണത്തിന് തുടക്കമായത്. തുടർന്ന് മുത്തുകുടകളും നെറ്റിപ്പട്ടവും ഭക്തർ വഴിപാടായി സമർപ്പിച്ചു. പൂരം എഴുന്നള്ളിപ്പിനും കുടമാറ്റത്തിനുമുള്ള 100ഓളം കുടകളാണ് ഭക്തർ സമർപ്പിച്ചത്. വാർത്തകൾ തുടരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് അവസാനവാരം കൊടുങ്ങല്ലൂർ സന്ദർശിക്കും. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് പ്രധാനമന്ത്രി കൊടുങ്ങല്ലൂരിൽ എത്തുന്നത്. ഇത് സംബന്ധിച്ച് ധാരണയായതായി TN പ്രതാപൻ MLA അറിയിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ്, കോട്ടപ്പുറം സെന്റ് മൈക്കൽസ് കത്തീഡ്രൽ ദേവാലയം എന്നിവ മോദി സന്ദർശിക്കും. കൊടുങ്ങല്ലൂർ KKTM കോളേജിലെത്തുന്ന പ്രധാനമന്ത്രി കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ബോട്ട് മാർഗം പറവൂരിലേക്ക് പോകും. തൃശൂർ ആമ്പക്കാടൻ ജംഗ്ഷനിൽ കോർപ്പറേഷൻ കാനയ്ക്ക് മുകളിലെ നിർമ്മാണം സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ചേരിതിരിഞ്ഞ് തർക്കം. നടപടിയിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് മേയർ രാജൻ ജയപല്ലൻ വ്യക്തമാക്കി. സ്വകാര്യ ഫ്ളാറ്റിനെ പാർക്കിംഗ് സ്ഥലമാക്കുന്നതിനായി കോർപ്പറേഷൻ കാനയ്ക്ക് മുകളിൽ സ്ലാബിട്ട് മൂടിയെന്ന വിവാദമാണ് വലിയ തർക്കത്തിൽ കലാശിച്ചത്. ഡിവിഷൻ കൌൺസിലറായ താൻ എതിർത്ത ഫയൽ പിന്നീട് പാസ്സാകുകയായിരുന്നുവെന്നും താൻ പൊതുമരാമത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷയായി വന്ന സമയത്ത് യാഥാർത്ഥ്യമാകുകയായിരുന്നുവെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിബന്ധനകളോടെ പാസാക്കിയ നടപടിയാണിതെന്ന് മുൻ പൊതുമരാമത്ത് കമ്മിറ്റി അധ്യക്ഷ ML റോസി പറഞ്ഞു. താൻ മേയറായിരിക്കെ അജണ്ടയായി വന്ന അപേക്ഷയിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ടെന്നും പൊതുമരാമത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ച ഫയൽ കൌൺസിലിൽ വരാതെ പാസ്സാകുകയായിരുന്നുവെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നും IP പോൾ വിശദീകരിച്ചു. നടപടികളിൽ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും തീരുമാനം കൌൺസിലിൽ വെക്കാതിരുന്നത് ശരിയായ നടപടിയല്ലെന്നും ഇത് ബോധ്യപ്പെട്ടതിനാലാണ് നിർമ്മാണം പൊളിച്ചു നീക്കിയതെന്നും മേയർ രാജൻ ജയപല്ലൻ പറഞ്ഞു. തോട് കയ്യേറ്റം നടന്നിട്ടുണ്ടോയെന്ന് സർവേ നടത്താനും പാർക്കിംഗ് ഏരിയ വ്യാപാരാവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനും മേയർ നിർദ്ദേശം നൽകി. കുർക്കഞ്ചേരി വികസനം സംബന്ധിച്ച് തർക്കവിഷയമായ സഹകരണ സംഘത്തിന്റെ ഭൂമി സർവേ നടത്താനും മേയർ നിർദ്ദേശിച്ചു. ഇത് പുറമ്പോക്കാണെന്നും ശ്രീരാമാനന്ദ കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും തർക്കമുയർന്നു. എന്നാൽ മേയർ ആവശ്യപ്പെട്ട പ്രകാരം വികസനത്തിന് സൊസൈറ്റി സ്ഥലം വിട്ടു നൽകിയതാണെന്നും പുറമ്പോക്കാണെന്ന് വ്യക്തമായാൽ ഇനിയും വിട്ടു നൽകാൻ ഒരുക്കമാണെന്നും
പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ, പാർക്കിംഗ് ഏരിയ മറ്റ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന രീതിക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ യോഗത്തിൽ വ്യക്തമാക്കി. നെഹ്റു പാർക്കിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു സർക്കാർ ഏജൻസിയുമായി ചർച്ച നടത്തിവരികയാണെന്നും തോടുകൾ ക്ലീൻ ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മേയർ വ്യക്തമാക്കി. ശക്തൻ സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കും. പൂരത്തോടനുബന്ധിച്ച് മോഡൽ ബോയ്സ് സ്കൂളിൽ കന്നുകാലികളെ പിടിച്ചുകെട്ടില്ലെന്നും ഇതിന് പകരം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും മേയർ വിശദീകരിച്ചു. ജംഗ്ഷൻ വികസനത്തിന് നേതൃത്വം നൽകുന്ന മേയർ വികസനം ഏറെ അനിവാര്യമായ ഒല്ലൂർ ജംഗ്ഷൻ വികസിപ്പിക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നെഹ്റു പാർക്കിന്റെ ശോചനീയാവസ്ഥയും മുണ്ടുപാലത്തിലെ നിർമ്മാണ പ്രതിസന്ധിയും MR റോഡ്, പട്ടാളം റോഡ് വീതി കൂട്ടുന്ന നടപടി യാഥാർത്ഥ്യമാകാത്തതിലും ജോൺ കാഞ്ഞിരത്തിങ്കൽ പ്രതിഷേധം രേഖപ്പെടുത്തി. മേയർ രാജൻ ജെ പല്ലൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, തൃശൂർ. എരുമപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ സ്വദേശി പുറത്തൂർ വീട്ടിൽ 25 വയസ്സുള്ള സിനോജാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന സിനോജിന്റെ ദേഹത്തേക്ക് റോഡരികിൽ നിന്ന് മരക്കൊമ്പ് വീഴുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ സിനോജിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് ഈ റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ ഇരുമ്പുകയറ്റ് ദേഹത്ത് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2.5 വയസ്സുകാരൻ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പറമ്പിൽ വീട്ടിൽ വിനോദിന്റെ മകൻ അദ്വൈതാണ് മരിച്ചത്. ഈ മാസം 19-നായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ചത്. തൃശൂർ ഗോസായിക്കുന്ന് ST ജ്വല്ലറിയിൽ നിന്ന് 34 പവൻ സ്വർണം കവർന്ന ജീവനക്കാരനെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളരിക്കര ഡീസൻ ലൈനിലെ മുണ്ടായൻ വീട്ടിൽ ഫിസ്റ്റോ ആണ് അറസ്റ്റിലായത്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വെസ്റ്റ് CI TR രാജേഷ്, നെടുപുഴ SI KS ശെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ മാസം 17, 23 തീയതികളിലായാണ് 7 ലക്ഷം രൂപ വില വരുന്ന 34 പവൻ തൂക്കമുള്ള 8 മാലകൾ ഫിസ്റ്റോ കവർന്നത്. ഇതിൽ പുത്തൻപള്ളിക്ക് സമീപത്തെ കടയിൽ വിറ്റ ഒരു മാലയും വീട്ടിൽ നിന്ന് മറ്റ് 7 മാലകളും പോലീസ് കണ്ടെത്തി. 15 ദിവസം മുൻപാണ് ഇയാൾ ST ജ്വല്ലറിയിൽ ജോലിക്കെത്തിയത്. വികലാംഗിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസും ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. ഈ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ജയിലിൽ വെച്ച് മറ്റ് ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഇവരുമായുള്ള ബന്ധം തുടരുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തിയതായി ACP ശിവവിക്രം പറഞ്ഞു. റിമാൻഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് തെളിവായത് ഇവൻ ജയിലിൽ ഉള്ള സമയത്തിൽ ഈസ് ഗോട്ട് ഇൻ ടച്ച് വിത്ത് ചെറിയ അവിടെ ഉള്ള ഗുണ്ടാമാர்களுடன் ഒരു ചെറിയ ലിങ്ക് ഉണ്ട്. അവന്റെ വീട് ഒളറിയിൽ വെച്ചിട്ട് നമുക്ക് 7 മാല മൊത്തം കിട്ടിയിട്ടുണ്ട്. 7 മാല പ്ലസ് ക്യാഷ് ഒരു 81,000 rupees വർത്ത് ക്യാഷ്. ബാംഗ്ലൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ആഭരണങ്ങൾ വിതരണം ചെയ്ത് പരിചയമുള്ള ഫിസ്റ്റോ നാടുവിടാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടിയിലായത്. തൃശൂർ വെസ്റ്റ് ASI ബിനൻ, നെടുപുഴ സ്റ്റേഷനിലെ സീനിയർ CPO ജയനാരായണൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. SSLC പരീക്ഷാഫലം പ്രഹസനമാക്കി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മാനസികമായി തളർത്തിയ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. AISF സംസ്ഥാന സെക്രട്ടറി സന്ദീപ്, AIYF ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ, രാജേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പൂരവിശേഷങ്ങളുമായി പൂരം വരവായി. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ടംകുളത്തി മലയിഞ്ചി തൈലം. വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ്, നാക്കിനാൽ, തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തപുരൻ കോളേജ് ആൻഡ് ചേറാം എഡ്യൂക്കേഷൻ സെന്റർ, ബെന്നറ്റ് റോഡ്, തൃശൂർ. എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് ബാച്ചസ്. വെസ്റ്റ് റോഡ് ഹോസ്പിറ്റൽ. 30 വർഷമായി ആരോഗ്യ മേഖലയിൽ തൃശൂരിന്റെ നിറസാന്നിധ്യം. കല്യാൺ ജ്വല്ലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്ചൂറിലൂടെ. സ്പോൺസർഡ് ബൈ ഡ്രൈവിംഗ് ട്രെയിനിംഗ് അക്കാദമി, പൂങ്കുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. സൺഗ്രൂപ്പ് ഇന്റർനാഷണൽ, പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ. ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. പൂരത്തിന്റെ ഓർമ്മകളുമായി ഓർമ്മപൂരം.
പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് നാന്ദി കുറിക്കുന്നത് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനട തുറക്കുമ്പോഴാണ്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തെക്കേ ഗോപുരനട തുറക്കൽ. പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത് നെയ്തലക്കാവിലമ്മ എത്തി വടക്കുന്നാഥിന്റെ തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ്. പൂരം നാളിൽ വടക്കുന്നാഥിനിലേക്ക് ആദ്യം എഴുന്നള്ളുന്ന കണിമംഗലം ശാസ്താവിന് വഴിയൊരുക്കിയാണ് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറക്കുന്നത്. പൂരത്തലേന്ന് രാവിലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന നെയ്തലക്കാവിലമ്മ പടിഞ്ഞാറേ ഗോപുരനട വഴി വടക്കുന്നാഥനിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരനട തള്ളി തുറക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേറിയാണ് നെയ്തലക്കാവിലമ്മ എത്തുക. പൂരം നാളിൽ കണിമംഗലം ശാസ്താവാണ് തെക്കേ ഗോപുരനട വഴി ആദ്യം ക്ഷേത്രത്തിൽ എത്തുക. വർഷത്തിൽ ശിവരാത്രി നാളിലും പൂരത്തിനും മാത്രമാണ് തെക്കേ ഗോപുരനട തുറന്നിടുക. പിന്നീട് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കുന്നതും ഇവിടെ വെച്ചാണ്. അതിനാൽ തന്നെ തെക്കേ ഗോപുരനട തുറക്കുന്നത് പൂരത്തിന്റെ പ്രധാന ചടങ്ങായി മാറുന്നു. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറക്കുക. ഇത്തവണയും തെക്കേ ഗോപുരനട തുറന്ന് പുറത്തെഴുന്നള്ളുന്ന ദേവിക്കായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. പൂരത്തിന്റെ ഒരുക്കങ്ങളുമായി അണിയറ. കണ്ണഞ്ചിപ്പിക്കുന്ന പുതുചമയങ്ങളാണ് പൂരങ്ങളുടെ പൂരത്തിന് ആനകളെ അണിയിക്കുക. കരിവീരന്മാർക്കായുള്ള ചന്തം ചൊരിയുന്ന നെറ്റിപ്പട്ടങ്ങൾ ഇരുവിഭാഗങ്ങളുടെയും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരാണ്ടിന്റെ ഇടവേളയിൽ വന്നെത്തുന്ന പൂരത്തിൽ ലക്ഷണമൊത്ത എണ്ണം പറഞ്ഞ കരിവീരന്മാരാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി അണിനിരക്കുന്നത്. കൊമ്പന്മാരുടെ തലയെടുപ്പിന് മുഖ്യ ചാരുത പകർന്നു നൽകുന്ന നെറ്റിപ്പട്ടങ്ങൾ തികഞ്ഞ മികവോടെയാണ് ഓരോ വർഷവും ഇരുവിഭാഗങ്ങളും തയ്യാറാക്കുന്നത്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള അരനാട്ടുകര പുരുഷോത്തമനാണ് ഇക്കുറിയും തിരുവമ്പാടിക്കായി സ്വർണ്ണശോഭ ജ്വലിക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാക്കുന്നത്. തുടർച്ചയായി 5ാം വർഷമാണ് പുരുഷോത്തമൻ തിരുവമ്പാടിക്കായി നെറ്റിപ്പട്ട നിർമ്മാണ ചുമതല വഹിക്കുന്നത്. ഒരു 5 വർഷമായി തുടർച്ചയായിട്ട് തിരുവമ്പാടി ദിവസത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. എല്ലാ തൊഴിലാളികൾക്കും നമ്മുടെ കൂടെ വർക്കിനവർക്കും ഇതിനെപ്പറ്റി പൂരപ്പണി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. എല്ലാ വർക്കും സംതൃപ്തിയായിട്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മുക്കിണ്ണം, വട്ടക്കിണ്ണം, ചന്ദ്രക്കല, ചൂരൽപ്പൊളി, നാഗപടം, വണ്ടോട്, എടക്കിണ്ണങ്ങൾ, ചെറുകുമിളകൾ എന്നിവയെല്ലാം മികച്ച രീതിയിൽ പ്ലേറ്റിംഗ് നടത്തി തുണിയിൽ തുന്നിച്ചേർത്തെടുക്കുകയാണ് ചെയ്യുക. സാധാരണയായി ഒരു മുക്കിണ്ണം, 2 വട്ടക്കിണ്ണം, 11 ചന്ദ്രക്കലകളുമാണ് ഒരു നെറ്റിപ്പട്ടത്തിൽ ഉണ്ടാവുക. ചെമ്പിൽ സ്വർണം പൂശിയെടുക്കുന്ന 7000 ചെറുകുമിളകളാണ് ഓരോ നെറ്റിപ്പട്ടത്തിലും സ്വർണ്ണപ്രഭ ചൊരിയുന്നത്. 12ഓളം പേരാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ പുരുഷോത്തമന് സഹായികളായുള്ളത്. 3.5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായാണ് പാറമേക്കാവിനായി കുന്നത്തങ്ങാടി വസന്തകുമാർ ഇത്തവണയും നെറ്റിപ്പട്ട നിർമ്മാണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അച്ഛൻ കുട്ടപ്പനിൽ നിന്നും സ്വായത്തമാക്കിയ തൊഴിൽ ഇന്നും കൈവിടാതെ തുടരുകയാണ് വസന്തൻ. തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഓരോ പൂരത്തെയും വസന്തൻ വരവേൽക്കുന്നത്. ഭഗവതിയുടെ ആ ചടങ്ങ് നമ്മൾ നടത്തി കൊടുക്കുന്നു എന്നുള്ളൊരു സന്തോഷം. പിന്നെ തന്നെയല്ല, ലോകമെമ്പാടുമുള്ള ഈ പൂരപ്രേമികൾക്ക് ഇത് കണ്ടാസ്വദിച്ച് അവര് സന്തോഷമുള്ളത്, നമുക്കും അതിലൊരു സന്തോഷം. 37 ഇടക്കിണ്ണങ്ങളും 40 നിറക്കിണ്ണങ്ങളും അടങ്ങുന്ന നെറ്റിപ്പട്ടങ്ങളിൽ കമ്പിളി നൂലിൽ മെടഞ്ഞ ഒരു കാളാഞ്ചിയും ഇരുവശങ്ങളിലുമായി 4 കന്നക്കാളാഞ്ചികളും തുന്നിച്ചേർക്കുമ്പോൾ വിസ്മയം തുളുമ്പുന്ന നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാകും. പ്ലേറ്റിംഗും തുന്നലും കഴിഞ്ഞ് ഒരു നെറ്റിപ്പട്ടം പൂർണ്ണ ശോഭയിലെത്തിക്കാൻ ഇവർക്ക് 10 ദിവസത്തോളമാണ് വേണ്ടിവരിക. കരിവീരന്റെ മസ്തകത്തിലേറുന്ന വെറും അലങ്കാര വസ്തു എന്നതിലപ്പുറം 33 കോടി ദേവതകൾ ചേരുന്ന ഇടം കൂടിയാണ് നെറ്റിപ്പട്ടം. സ്വർണം പൂശി അലങ്കരിച്ച നെറ്റിപ്പട്ടത്തിലെ ഗോളങ്ങൾ ഓരോന്നും ദൈവസങ്കല്പങ്ങൾ കൂടിയാണ്. ഇതിനാൽ ഓരോ മൂർത്തിക്കും പ്രത്യേക സ്ഥാനവും നെറ്റിപ്പട്ടത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 3.5 മാസത്തോളമായി ഏർപ്പെട്ടിരിക്കുന്ന കഠിനാധ്വാനത്തിന്റെ മാറ്ററിയിക്കാനുള്ള അവസരത്തിനായി ഇവരും കാത്തിരിക്കുകയാണ്. തങ്കശോഭ ചൊരിഞ്ഞുള്ള ഗജവീരന്മാരുടെ ആ എഴുന്നള്ളിപ്പിനായി. ലോകം കൊതിക്കുന്ന ആനപ്പൂരത്തിനായി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഗജവീരന്മാരുടെ സൗന്ദര്യം തുളുമ്പുന്ന നെറ്റിപ്പട്ടങ്ങളുടെ അവസാന മിനുക്കുപണിയിലാണ് ഇരുവിഭാഗങ്ങളുടെയും അണിയറ പ്രവർത്തകർ. ക്യാമറമാൻ സന്ദീപ് കോലഴിക്കൊപ്പം അബ്ജിത്ത് തലച്ചിറ, TCV. പൂരങ്ങളുടെ പൂരത്തെ വരവേറ്റ് ശക്തന്റെ തട്ടകത്തിൽ പൂരപ്പന്തലുകൾ ഒരുങ്ങി. തൃശൂർ പൂരത്തിന്റെ പന്തലുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത പ്രത്യേകതകളുണ്ട്. പാറമേക്കാവിന്റെ മണികണ്ഠനാൽ പന്തൽ ഇത്തവണ ശിവക്ഷേത്ര ഗോപുര മാതൃകയിലാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവമ്പാടിയുടെ നടുവിലാൽ പന്തൽ കിരീട മാതൃകയിലും നായ്ക്കനാൽ പന്തൽ അമ്പല മാതൃകയിലുമാണ്. പാറമേക്കാവിന് വേണ്ടി കാനാട്ടുകര ദാസനാണ് മണികണ്ഠനാലിൽ വൃത്താകൃതിയിലുള്ള പൂരപ്പന്തൽ ഒരുക്കിയത്.
18 തൂണുകളിലായി 5 നിലകളിലായാണ് പന്തൽ. പന്തലിന്റെ തറ ക്ഷേത്ര ശ്രീകോവിൽ മാതൃകയിലാണ്. 20 വർഷമായി പൂരപ്പന്തൽ ഒരുക്കുന്ന ദാസന്റെ നേതൃത്വത്തിൽ മണികണ്ഠനാൽ പന്തൽ LED ലൈറ്റുകളാൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടാണ് പൂരത്തിന്റെ തലയെടുപ്പ് പ്രകടമാക്കുന്നത്. തിരുവമ്പാടിക്കായി മിണാലൂർ ചന്ദ്രനാണ് നടുവിലാലിൽ പന്തൽ ഉയർത്തിയിട്ടുള്ളത്. കിരീട മാതൃകയും ക്ഷേത്ര മാതൃകയും സമന്വയിപ്പിച്ച പന്തലാണിത്. തിരുവമ്പാടിയുടെ നായ്ക്കനാൽ പന്തൽ രവി കാനാട്ടുകരയാണ് ഒരുക്കിയത്. അമ്പല മാതൃകയിൽ 4 നിലകളിലായി 20 കാലുകളിലായാണ് പന്തൽ ഒരുക്കിയത്. മുഖ്യ പങ്കാളികൾ കൂടാതെ 8 ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശൂർ പൂരമെങ്കിലും പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയും പാറമേക്കാവിനും മാത്രമേ പ്രദക്ഷിണ വഴിയിൽ പന്തൽ ഉയർത്താൻ അവകാശമുള്ളൂ. പാറമേക്കാവിന് മണികണ്ഠനാൽ പന്തലാണെങ്കിൽ തിരുവമ്പാടിക്ക് നായ്ക്കനാലിലും നടുവിലാലിലും പന്തലുണ്ടെന്നതാണ് മറ്റൊരു സവിശേഷത. തിരുവമ്പാടി ഭഗവതി മഠത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ വടക്കുനാഥിനെ മുഖം കാട്ടുക നടുവിലാൽ പന്തലിൽ നിന്നാണ്. പുലർച്ചെ പ്രധാന വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടിയുടെ നായ്ക്കനാൽ പന്തലിലും പാറമേക്കാവിന്റെ മണികണ്ഠനാൽ പന്തലിലും ഓരോ ആനകൾ ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കാറുണ്ട്. ദേവസ്വങ്ങളുടെ പേരോ പരസ്യങ്ങളോ പൂരപ്പന്തലുകളിൽ പ്രദർശിപ്പിക്കാറില്ലെന്നതും തൃശൂർ പൂരത്തിന്റെ മാത്രം സവിശേഷതയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ക്യാമറ കണ്ണുകളുടെ കാഴ്ചയുമായി പൂരക്കാഴ്ച. പൂരാവേശത്തിന്റെ തലയെടുപ്പുള്ള പ്രകാശ ഗോപുരങ്ങളായി പൂരപ്പന്തലുകൾ. ദീപാലങ്കൃതമായ പൂരപ്പന്തലുകളാണ് പൂരക്കാഴ്ചയിൽ. പൂരവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ടംകുളത്തി മലയിഞ്ചി തൈലം. വേദനകളിൽ നിന്ന് മോചനം. ലക്ഷ്മി സ്റ്റോഴ്സ് നാക്കിനാൽ തൃശൂർ. പട്ടുമോഹങ്ങൾക്ക് ലക്ഷ്മി സാക്ഷാത്കാരം. ശക്തപുരൻ കോളേജ് ആൻഡ് ചേറാം എഡ്യൂക്കേഷൻ സെന്റർ, ബെന്നറ്റ് റോഡ്, തൃശൂർ. എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് ബാച്ചസ്. വെസ്റ്റ്ഫോർഡ് ഹോസ്പിറ്റൽ. 30 വർഷമായി ആരോഗ്യ മേഖലയിൽ തൃശൂരിന്റെ നിറസാന്നിധ്യം. കല്യാൺ ജ്വല്ലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. പൂരം ഫിൻസർ, ഒരു ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. ഭീമ ജ്വല്ലേഴ്സ്, സ്വർണം സ്നേഹമാണ്. ന്യൂ കേബിൾ പോയിന്റ്, മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് അണ്ടർ വൺ റൂഫ്. ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃതമാം ജീവിതം സുന്ദരമാക്കൂ ന്യൂട്രിച്ചൂറിലൂടെ. സ്പോൺസർഡ് ബൈ ഡ്രൈവിംഗ് ട്രെയിനിംഗ് അക്കാദമി, പൂങ്കുന്നം, തൃശൂർ. ക്യാമ്പസ് ഫോർ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അഷ്ടവൈദ്യൻ തൈക്കട്ട് മൂസ് വൈദ്യരത്നം. മാറ്റമില്ലാത്ത അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി. സൺഗ്രൂപ്പ് ഇന്റർനാഷണൽ, പൂരത്തിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ. ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, വിശ്വസ്തത, പവിത്രത, രാജകീയത. തിരികെ വാർത്തകളിലേക്ക്. ചാലക്കുടി മലക്കപ്പാറ റോഡിൽ വാച്ചുമരം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കുറ്റിക്കാട്ടിൽ കാട്ടാന പ്രസവിച്ചു. ഇവയോടൊപ്പം മറ്റൊരു ആനയും കുട്ടിയും ഉണ്ടായിരുന്നു. ഇവ പിന്നീട് റോഡിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ വനപാലകർ ഇതുവഴിയുള്ള വാഹനഗതാഗതം തടഞ്ഞു. 6 മണിക്കൂർ കഴിഞ്ഞ് ആനകൾ തിരിച്ചുപോയതിനു ശേഷമാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടത്. ഓരോ പൂരപ്രേമിക്കും പുത്തൻ കാഴ്ച സമ്മാനിക്കുന്ന പൊയ്ക്കാലുകൾ ഒരുക്കിയാണ് തൃശൂർ MG റോഡിലെ ചുങ്കത്ത് ജ്വല്ലറി ഇത്തവണ പൂരങ്ങളുടെ പൂരത്തെ വരവേൽക്കുന്നത്. ഷോറൂമിലെത്തുന്നവരെയും പൂരാസ്വാദകരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന 4 പൊയ്ക്കാൽ മനുഷ്യരാണ് ജ്വല്ലറിക്ക് മുന്നിൽ നിരന്നിരിക്കുന്നത്. പൂരം കാണുന്നതിന് നഗരത്തിലെത്തുന്നവർക്ക് ചുങ്കത്ത് ജ്വല്ലറിയുടെ പ്രത്യേക തൊപ്പികളും സമ്മാനിക്കുന്നുണ്ട്. പൂരത്തിന്റെ ആവേശവും വിസ്മയവും വിളിച്ചോതുന്ന തരത്തിലുള്ള വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങളും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചുങ്കത്ത് തൊപ്പിയും അണിഞ്ഞാണ് 4 പൊയ്ക്കാൽ മനുഷ്യരും ഷോറൂമിന് മുന്നിലായി നിരന്ന് ആവേശം വിതയ്ക്കുന്നത്. ഓരോ പൂരപ്രേമിക്കും പൂരാശംസകൾ നേർന്ന് പൂരം നാളുകളിൽ ഇവർ ചുങ്കത്ത് ജ്വല്ലറി ഷോറൂമിലുണ്ടാവും. തൃശൂർ പൂരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന് കോലോത്തും പൂരം അരങ്ങേറിയിരുന്ന സാമ്പിൾ വെടിക്കെട്ട് ദിവസം തൃശൂർ നഗരത്തിന്റെ ആദരം.
തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മേയർ രാജൻ ജെ പല്ലൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടി, സെക്രട്ടറി സി വിജയൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ മനോഹരൻ, സെക്രട്ടറി എ രാമചന്ദ്ര പിഷാരൂടി എന്നിവർ ഹാരാർപ്പണം നടത്തി. മുൻ മേയർ ഐ പി പോൾ, ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ, പൂരം പ്രദർശന കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാന് ആദരം എന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് ശക്തൻ നഗറിൽ പ്രതിമ സ്ഥാപിച്ചത്. തൃശൂർ പൂരം ദിവസമായ ബുധനാഴ്ച തൃശൂർ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് ഈ ഉത്തരവ് ബാധകമല്ല. സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സ് തന്നെയാണെന്ന് മാതാ അമൃതാനന്ദമയി. അയ്യന്തൂർ പഞ്ചിക്കൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ വാർഷികോത്സവ ചടങ്ങിൽ 2ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സാമ്പത്തിക പുരോഗതിയുടെ വളർച്ചയുടെ ഒരു ഘടകം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. സന്തോഷവും സംതൃപ്തിയും മാത്രം പോരാ, സംസ്കാരവും മൂല്യങ്ങളും കൂടി ആവശ്യമാണെന്ന് മാതാ അമൃതാനന്ദമയി പറഞ്ഞു. യജ്ഞവേദിയിലെത്തിയ മാതാ അമൃതാനന്ദമയെ ജില്ലാ കളക്ടർ എം എസ് ജയ, ഗുരുവായൂർ ദേവസ്വം തന്ത്രി ചേന്നാസ് ദിനേശ് നമ്പൂതിരിപ്പാട്, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങിയവർ ഹരാർപ്പണം നടത്തി. ബിജെപി നേതാക്കളായ പി കെ കൃഷ്ണദാസ്, ഒ രാജഗോപാൽ, തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ, മാടമ്പ് കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ ദർശനം നടത്തി. ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ വാർഷികോത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കി മാതാ അമൃതാനന്ദമയി എറണാകുളത്തേക്ക് മടക്കി. വാഹന പരിശോധനയ്ക്കിടെ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ റൂറൽ എസ്പിയോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. ചാവക്കാട് സ്വദേശി വലയിൽ അസ്ലമുദ്ദീന്റെ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ആർ നടരാജന്റെ നിർദ്ദേശം. അടുത്ത മാസം 27 മുൻപ് റിപ്പോർട്ട് നൽകണം. തൊമ്മാന ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ജലവിതരണ വിഭാഗം ജലവിതരണം തടഞ്ഞതായി ഇരിങ്ങാലക്കുട വേളൂക്കര സ്വദേശി മാത്യുവിന്റെ പരാതിയിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറോടും വേളൂക്കര പഞ്ചായത്ത് സെക്രട്ടറിയോടും റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ലെന്ന് ചാലക്കുടി സ്വദേശിനിയും ഹയർ സെക്കൻഡറി അധ്യാപികയുമായ ഓമനയുടെ പരാതിയിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറോടും റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. തടവുപുള്ളിക്ക് ആവശ്യമായ ചികിത്സാ സൌകര്യം ഒരുക്കുന്നില്ലെന്ന പരാതിയിൽ വിയൂർ ജയിൽ വെൽഫെയർ ഓഫീസർ, ജയിൽ സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസർ എന്നിവരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 55 പരാതികൾ പരിഗണിച്ച കമ്മീഷൻ 17 എണ്ണം തീർപ്പാക്കി. 10 പുതിയ പരാതികൾ ഫയലിൽ സ്വീകരിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു. തൃശൂർ നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളായ സെൻട്രൽ, മിസ്റ്റ്, ഇന്ത്യ ഗേറ്റ്, കഫേ കാസിനോ, ബിനി എന്നിവിടങ്ങളിലാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ദിവസങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യമാംസ വിഭവങ്ങളും വേവിച്ച ഭക്ഷണ സാധനങ്ങളുമാണ് പിടിച്ചെടുത്തത്. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കി. പൂരത്തിന് മുന്നോടിയായി ആരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശോധനാ നടപടികൾ തുടരും. തൃശൂർ കോർപ്പറേഷനിലെ കണ്ടിജന്റ് ജീവനക്കാരെ ട്രാഫിക് പോലീസ് മർദ്ദിച്ചതായി പരാതി. പൂങ്കുന്നം സീതാറാമിൽ കുട്ടപ്ലാവിൽ അഭിലാഷ്, പൂച്ചട്ടി സ്വദേശി കളത്തിൽപ്പറമ്പിൽ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് ഹൈറോഡിൽ വെച്ച് മർദ്ദിച്ചത്. ഹൈറോഡിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കാനായി പെട്ടിയോട്ടോ വൺ വേ തെറ്റിച്ചുവെന്ന് ആരോപിച്ചാണ് തൊഴിലാളികളെ ട്രാഫിക് പോലീസ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ ഇരുവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകളിലേക്ക്. തൃശൂർ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് മേയർ രാജൻ ജെ പല്ലന് നൽകി. മേയറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളാണ് അവാർഡ് സമ്മാനിച്ചത്. മേയറുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനകീയ ഇടപെടലുകളും മുൻനിർത്തിയാണ് അവാർഡ് നൽകിയത്. ക്ലബ്ബ് പ്രസിഡന്റ് MR K മേനോൻ, ഭാരവാഹികളായ തോമസ് ജോസഫ്, ജോർജ് കോനിക്കര, ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കരിമരുന്നിന്റെ കളിയാട്ടവേദിയായി മാറിയ സാമ്പിൾ വെടിക്കെട്ട് പൂരപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു പെയ്തു. മാനത്തെ പൂരം നെഞ്ചിലേറ്റാൻ ശക്തന്റെ തട്ടകത്തിൽ ജനസാഗരം. സാമ്പിൾ വെടിക്കെട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. മഹാപൂരം കെങ്കേമമാക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗക്കാർ സജ്ജരായി. പൂരം പതിവിലും മനോഹരമാക്കാൻ തിരക്കിട്ട മുന്നൊരുക്കങ്ങൾ. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം വിസ്മയമായി. ചമയ പ്രദർശനത്തിന്റെ തത്സമയം സംപ്രേഷണം TCVയിൽ. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് അവസാന വാരം കൊടുങ്ങല്ലൂർ സന്ദർശിക്കും. മുസ്ലിം പൈതൃക പദ്ധതിയുടെ 1ാം ഘട്ടം മോദി ഉദ്ഘാടനം ചെയ്യും.
കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചേരിതിരിഞ്ഞ തർക്കം. ആമ്പക്കാട് ജംഗ്ഷനിൽ കാനയ്ക്ക് മുകളിലെ നിർമ്മാണത്തിന് പിന്നിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് മേയർ രാജൻ ജയപ്പല്ലൻ. ശക്തൻ സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.